ഇല്ല, വെള്ളം വരുന്നില്ല അതിനകത്ത്. എല്ലാ ടാപ്പും അങ്ങനെ തന്നെ? എല്ലാ ടാപ്പും തന്നെ. വെള്ളം ഉണ്ടെങ്കിലേ വരുള്ളൂ. എത്ര നാളായി വെള്ളം ഇല്ലാഞ്ഞിട്ട്? 2-3 ആഴ്ച. ഇടയ്ക്കൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ പിന്നെ പമ്പിൻ്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയി. ഇപ്പം പിന്നെ അത് ഒന്നും ശരിയാവുന്നില്ല. പൈപ്പിൽ വെള്ളമില്ലേ? അത് ശരി. പൈപ്പിൽ വെള്ളമില്ല. കൈ കഴുകാൻ നോക്കിയതല്ലേ? അത് കൈയിടാൻ രാവിലെ അല്പം കുടിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷേ വെള്ളം തീരെയില്ല. ദിവസങ്ങളാണെന്നാണ് നമ്മുടെ അറിയാൻ കഴിഞ്ഞത്. അത് ശരി. ചേട്ടപ്പോൾ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങി? ഞാൻ പരവൂർ പോകാൻ ഇറങ്ങിയതാണ്. ഒന്ന് കൈ കഴുകാൻ നോക്കിയപ്പോൾ വെള്ളമില്ല. അതേ, വെള്ളമില്ല. ദിവസങ്ങളായിട്ടുള്ളത് ഇങ്ങനെയുള്ള സ്ഥിതിയാണെന്ന് അറിയുന്നത്. ശരി. വളരെ ബുദ്ധിമുട്ടാണ്. യാത്രക്കാർ ഇവിടെ നല്ലൊരു യാത്രക്കാരുള്ളതാണ്. അവർക്കെല്ലാം ഇത് ഈ കുടിവെള്ള പ്രശ്നം ഒരു വലിയ വിഷയമാണ്. അല്ല, ഇവിടെ പെട്ടെന്ന് ട്രെയിനിൽ ഒരുപാട് ട്രെയിൻ നിർത്തുന്നുണ്ടല്ലോ എക്സ്പ്രസ്. പെട്ടെന്ന് കുടിക്കുന്ന നേരത്ത് കുടിക്കാനായിട്ട് ഓടി വരുമ്പോൾ വെള്ളമില്ലാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ദുർവിധിയാണ്. അത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു യാത്രക്കാരുള്ള സ്ഥലമാണ് വൈനാട് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഇത് ഈ കുടിവെള്ളം ഇല്ലാതെ വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. വെള്ളമില്ല അല്ലേ? അല്ല, ഇത് ചേട്ടൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇതിപ്പോൾ വെള്ളം കുറേ ദിവസം കൊണ്ടില്ലേ? അത് ശരി. അതെന്താ കാര്യം എന്നൊന്നും അറിഞ്ഞില്ലേ? എന്തായാലും വെള്ളമില്ല. വെള്ളമില്ല. എവിടെ പോകാൻ വന്നു? ജോലിക്ക് പോകാൻ. എന്നും വരുന്നല്ലേ? പക്ഷെ വെള്ളമില്ല അല്ലേ? എവിടെ പോകാൻ പോകുന്നു? എങ്ങനെയുണ്ട്? ചൂടൊക്കെ ഉണ്ടോ? ഒരു ഫാൻ പോലും ഇല്ല. ആ ശരി, ഫാനൊന്നും ഇല്ല അല്ലേ? അല്ല, മിക്കവാറും സ്റ്റേഷനിലൊക്കെ ഫാൻ ഉണ്ടല്ലോ. ഇവിടെ ഇല്ല. ഫാനുണ്ട്, ഇവിടെ ഫാനില്ല. കുടിക്കുന്നതിന് വെള്ളമില്ല. സ്റ്റേഷൻ ഡീഗ്രേഡ് ചെയ്ത് പുറന്നോട്ടാക്കി. ഒരു ആരാണ് സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല. നമുക്ക് മറ്റേത് ഒരു ഇതുണ്ടായിരുന്നു, വിളിക്കുമ്പോഴും പറയാം. ഇപ്പോൾ ഉത്തരവാദിത്തമുള്ള ആരുമില്ല സ്റ്റേഷനിൽ. ട്രെയിനുകളൊക്കെ എല്ലാം ഉണ്ടോ? ട്രെയിന് ഏതൊക്കെ ട്രെയിനാണ്? ഒരുപാട് ട്രെയിൻ ഉണ്ടാകത്തില്ലേ? കണ്ണൂർ എക്സ്പ്രസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സൗകര്യമായിരുന്നു രാത്രി തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരാനൊക്കെ. അത് തീർന്നു. ഒരു പങ്കരത്തെ പോകാനുള്ള സൗകര്യം തീർന്നു. മറ്റേ 3 മണിക്ക് അങ്ങോട്ടും രാത്രി ഇങ്ങോട്ടും ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ സൗകര്യമായിരുന്നു. അതൊക്കെ പോയി. അപ്പോൾ കണ്ണൂർ ട്രെയിൻ സ്റ്റോപ്പ് ഇവിടുത്തെ ക്യാൻസൽ ചെയ്തല്ലേ? ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഫാൻ വേണം. ഭയങ്കര ചൂടാണ്. യാത്രക്കാരൊക്കെ ഇരുന്ന് ഉരുകുന്നല്ലേ? ഇപ്പോൾ രാവിലെ ആയിട്ട് തന്നെ ഉരുകുന്നു. ഈ കുടിവെള്ളം ഇല്ലാഞ്ഞിട്ട് എത്ര നാളായി? ഒരാഴ്ചയോളായെന്ന് തോന്നുന്നു. അല്ലേ? അതുപോലും കുടിവെള്ളം പോലും മുട്ടിയിട്ട് ഒരാഴ്ചയായി വയനാട് റെയിൽവേ സ്റ്റേഷനിൽ. ഇത് എങ്ങനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുക വയനാട്. അതെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു നാടാണ് അല്ലേ? മുഖ്യമന്ത്രി സി കേശവൻ്റെ നാടാണ് ഈ ഇത്രയും അവഗണന. ഇത് വെള്ളമില്ലേ? ഇത് എന്തിനാ ഇത് കൊണ്ടുവച്ചിരിക്കുന്നത് ഇവിടെ? അത് നാട്ടുകാരെ കളിയാക്കാൻ, റെയിൽവേ നമ്മളെ പാസഞ്ചേഴ്സിനെ കളിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. എത്ര നാളെ? കുറേ നാളായി സാർ. ഞങ്ങൾ എന്നും വന്ന് ഞങ്ങളെ ജോലി ഇത് തന്നെ. അപ്പോൾ ഓടി വന്ന് ഞെക്കും വെള്ളമില്ല. വാഴുവാനോ ഒന്നും പോലും റെയിൽവേയിൽ വെള്ളമില്ല. ഇവരെ വാങ്ങുന്ന പൈസയ്ക്ക് വല്ല കൈയും കണക്കുണ്ട്. വയനാടിനോട് അവഗണനയാണോ? വയനാടിനുള്ള പൊതുവായിട്ടുള്ള അവഗണനയാണ്. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ടെന്നുള്ള, അല്ലാതെ മഴയും വെയിലും ആയാൽ ഇവിടെ വന്ന് ഞങ്ങളില്ല അതിൻ്റെ താഴെ മാത്രം പോയി നിൽക്കുക. അതൊരു 1.5 അടി മാത്രമുള്ളൊരു ഷീറ്റായിട്ട് വരുന്നത്. ബാക്കി എല്ലാം വെയിലും കൊണ്ട് തന്നെ മഴയത്തെല്ലാം ആളുകൾ നിൽക്കുന്നുണ്ട്. ഓടി വന്ന് കുടിക്കാൻ വെള്ളമില്ല. വെള്ളവുമില്ല. തിരുവനന്തപുരം വരെ പോകണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കുന്നതാണ്. ഈ വെയിലും മഴയും കൊണ്ട് ഇവിടെ തന്നെ വന്നിരിക്കണം. അവന്മാരെന്നാ ഒരു ഷെൽട്ടറെങ്കിലും ഉണ്ടാക്കി അതിന്റെ താഴെയെങ്കിലും ഇരിക്കുക. ഇത് ചുമ്മാതെ എന്നും നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളൊക്കെയാ. ഇത് തന്നെ എന്നത്തെ മഴ വന്നാലും വെയിൽ വന്നാലും കൊണ്ടേ പറ്റൂ. പഴയപ്പോഴും നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണെങ്കിൽ അങ്ങ് ബസ്സിൽ പോയാൽ മതിയെന്ന്. റെയിൽവേക്ക് കിട്ടുന്ന 10 പൈസ അല്ലേ, എൻ്റെ ഗവൺമെൻറ് 10 പൈസ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്യുന്നത്. ഇത് റെയിൽവേ ഞങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണനയാണ്. എന്ന് ഇത് ശരിയാവുമെന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ യാതൊരു സൊല്യൂഷനും ഇല്ല. അവന്മാരിങ്ങനെ പൈസ വാങ്ങുന്നു, ആണ്ടോടാണ്ട് പൈസ വാങ്ങുന്നു, ടിക്കറ്റിൻ്റെ റേറ്റ് കൂട്ടുന്നു ഒക്കെ ഉള്ളതല്ലാതെ വെയിലും മഴയായി നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പം തറ വെളുത്തതേ ഉള്ളൂ. ഇപ്പം തന്നെ ഇവിടെ വന്നിരുന്നിട്ട് തന്നെ ചൂട് കാരണം നമുക്ക് ഇരിക്കാമല്ലോ. ഒന്നേ അവന്മാർ ഒരു ഷെൽട്ടർ ഇടണം, അതിൻ്റെ അടിയിൽ 5-6 ഫാനെങ്കിലും വയ്ക്കണം. എന്നാൽ പല റെയിൽവേ സ്റ്റേഷനിലൊക്കെ പുനരുദ്ധരിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഫാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിപ്പോൾ വേണ്ട, പാസഞ്ചർ ആയിരിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ ഫാൻ വാങ്ങിച്ചു കൊടുക്കാം. റെയിൽവേ ഇത് ഷെൽട്ടർ ഇട്ട് തന്നാൽ മതി.